ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ മകളുടെ ജീവിതം തകർക്കാൻ നീ ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കണോ? ചെറിയമ്മ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അയ്യോ പാവം, ഒന്നും അറിയാത്തൊരു കുഞ്ഞുവാ വന്നിരിക്കുന്നു. എടി പെരുങ്കള്ളി, നീ എന്റെ മുമ്പിൽ അഭിനയിക്കില്ലേ? അപ്പച്ചി പ്ലീസ്, എന്തിനാ എന്നെങ്ങനെ ഓരോന്ന് പറയുന്നേ? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നീ എന്താ ചെയ്തതെന്ന് നിനക്ക് അറിയില്ലേ? ഇല്ല. നീ എന്നെ കുറിച്ച് എന്താ പൃഥ്വിയോട് പറഞ്ഞു കൊടുത്തത്? ഞാനോ? അതെ, നീ തന്നെ. നീ എന്തൊക്കെ നുണ പറഞ്ഞ പൃഥ്വിയുടെ മനസ്സ് മാറ്റിയത്? എന്റെ അമ്മയാണ് സത്യം. ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോ നിനക്ക് പൃഥ്വിയെ പരിചയമില്ല അല്ലേ? കണ്ടോ അവളുടെ ഉത്തരം മുട്ടിയത്? കണ്ടോ? പറയടി, നിനക്ക് പൃഥ്വിയെ മുമ്പ് പരിചയമുണ്ടോ? അത് പറയടി, കോളേജിൽ വെച്ച് പൃഥ്വി നിനക്ക് അറിയില്ലേ? അതിനുത്തരം അവളുടെ മൗനത്തിൽ തന്നെ ഉണ്ടല്ലോ. മറുപടി പറയടി. ഏത് തരം പരിചയോ നിനക്ക് പൃഥ്വിക്ക് തമ്മിലുണ്ടായിരുന്നത്? അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല. കോളേജില് ഞങ്ങൾ ഒരേ ക്ലാസ്സിൽ പോലും ആയിരുന്നില്ല. എന്നിട്ടാണോ നിന്റെ പേരിൽ പൃഥ്വി എന്നോട് പിണങ്ങിയത്? എന്റെ പേരിലോ? അതെ, നീ കാരണം എന്റെ ജീവിതം നശിക്കും. നീ എന്തൊക്കെയോ പറഞ്ഞ് പൃഥ്വി കേൾപ്പിച്ചിട്ടല്ലേ പൃഥ്വി എന്റെ കോൾ എടുക്കാത്തെ? ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞല്ലേ, ഇവക്ക് കുശുമ്പാണ്. ഇവക്ക് കിട്ടാത്തതൊന്നും മറ്റാർക്ക് കിട്ടാൻ ഈ നാശം പിടിച്ചവളെ സമ്മതിക്കില്ല. അവളുടെ ഒരു കൊരച്ചില്. ദേ, നാടകങ്ങളി തുടങ്ങി. മിണ്ടിയ തുടങ്ങും അപ്പ അവളുടെ കള്ളക്കണ്ണീര്. എന്തിനാടി എന്റെ കുഞ്ഞിന്റെ ജീവിതം തകർക്കാൻ നീ പൃഥ്വിയോട് നുണ പറഞ്ഞു കൊടുത്തത്? ഞാനൊന്നും പറഞ്ഞിട്ടില്ല ചെറിയമ്മേ. എന്നെ ഒന്ന് വിശ്വസിക്കാൻ. വിശ്വസിക്കാനോ? നിന്നെയോ? നിന്നെ പോലെ ഒരു പെരുങ്കല്ലി ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. അതെ, അവളുടെ ഒരു പൂങ്കണ്ണീര്. എന്താ മോളെ, എന്തിനാ മോളെ കരയുന്നു? ഓ, ഇങ്ങ് വാ, ഇങ്ങോട്ട് വാ മോളെ, വാ വാ ഇങ്ങോട്ട്. അതെ, എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ഞാൻ ചോദിക്കുക, എന്തിനാണ് എല്ലാരും കൂടി ഈ പാവപ്പെട്ട കൊച്ചിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അത് ചോദിക്കാൻ നിങ്ങളാരാ? ആഹാ, അപ്പൊ ഞാൻ ആരാണെന്ന് ഇതുവരെ മനസ്സിലായില്ല വസുമതിക്ക്? അറിയാം, ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അറിയാൻ വയ്യാത്തതേ നിങ്ങൾക്കാ. അതാണല്ലോ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത്. എന്താ ഗിരിജേ, നീ എന്തിനാ കുട്ടനോട് ദേഷ്യപ്പെടുന്നേ? എന്താ കാര്യമെന്ന് അമ്മ ഇയാളോട് ചോദിച്ചു നോക്ക്. ഇയാളാ? ആരെ നീ അങ്ങനെ വിളിക്കുന്നത്? പ്രായത്തെങ്കിലും ബഹുമാനിക്കാൻ പഠിക്കേ.